എങ്ങനെയാണ് കേരളത്തിലെ പോലീസ് ജനമൈത്രിയാകുന്നത് എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യം എന്നൊക്കെ, അല്ലെങ്കിൽ അതിനെ പരിഹാസ്യരൂപേണ അങ്ങനെ തന്നെ പറയേണ്ടുന്ന ഒരു കാഴ്ചയായിരുന്നു മുൻപ് 2024 നടന്നിട്ടുള്ള എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ നടന്നിട്ടുള്ള മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നത്. എറണാകുളം നോർത്ത് CI ആയിരുന്ന പ്രതാപചന്ദ്രൻ യുവതിയെ മർദ്ദിച്ച കേസിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണം വേണമെന്ന് ആവശ്യം. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് CIക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട യുവതി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഷൈമോൾ ഹർജി നൽകി. അറിഞ്ഞതിൽ സന്തോഷം, മുഖ്യമന്ത്രി ഇടപെട്ടതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ബാക്കി ഞങ്ങൾ നിയമ പോരാട്ടത്തിൽ തന്നെയായിരിക്കും. ഈ സ്ത്രീയെ ഷൈമോളെ അവരെ തന്നെ പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കെട്ടിച്ചമച്ച ഒരു കേസിൽ ഷൈമോൾ ഇപ്പോൾ പ്രതിയാണ്. ആ കേസിൽ ഷൈമോൾക്ക് സമൻസ് വന്നിരുന്നു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ 4 ദിവസത്തെ വിഷ്വൽസ് കൂടുതൽ തെളിവായിട്ട് സമർപ്പിക്കാനായിട്ട് നമുക്ക് സമയം നൽകിയിരിക്കുകയാണ് കോടതി. ഈ ബെഞ്ചോയെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുള്ള ഒരു കേസും അഡീഷണൽ CJM കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജിയും ഈ CJM കോടതിയിലെ ഷൈമോൾക്കും ബെഞ്ചോയ്ക്കും എതിരെ വ്യത്യസ്തമായിട്ടുള്ള 2 കള്ളക്കേസുകളും, ഇതുകൂടാതെ പ്രതാപചന്ദ്രനെതിരെ അദ്ദേഹത്തെ പ്രതിയാക്കിക്കൊണ്ട് ഷൈമോൾ നൽകിയ ഒരു സ്വകാര്യ ന്യായം, അങ്ങനെ മൊത്തം 4 കേസുകളായിട്ടാണ് ഈ കേസിന്റെ ഫാക്ച്വൽ മെട്രിക്സ്. ശ്യാം പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, ഒരു ദാക്ഷിണ്യവുമില്ലാതെ ധാർഷ്ട്യത്തോടു കൂടി ഒരു ഗർഭിണിയെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് അവർ പോരാടുന്നത്. അവർക്കെതിരെ കള്ളക്കേസ് എടുത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അതിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണം വേണമെന്നാണ് അവരിപ്പോൾ ആവശ്യപ്പെടുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനീതി ഉണ്ടായ ഒരാൾ മറ്റൊന്ന് എങ്ങനെ ആവശ്യപ്പെടാൻ, അല്ലെങ്കിൽ ഇനിയും എങ്ങനെ പോലീസിൽ വിശ്വസിക്കാനെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മജിസ്ട്രേറ്റ് തല അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് യുവതി ഇപ്പോൾ കോടതിയെ സമീപിച്ചത്. എറണാകുളം നോർത്ത് CI ആയിരുന്ന പ്രതാപചന്ദ്രൻ യുവതിയെ മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഷൈമോൾ ഇന്ന് ഹർജി നൽകി. ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ ഈ ദൃശ്യങ്ങൾ ഹാജരാക്കാനുള്ള സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി 12-ന് ഈ ഹർജികൾ പരിഗണിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് CIക്കെതിരെ നടപടി എടുക്കണം എന്ന ഒരു ആവശ്യം തന്നെയാണ് ഷൈമോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ ഭർത്താവ് ബെഞ്ചോയ്ക്കെതിരെയും ഷൈമോൾക്കെതിരെയും എറണാകുളം നോർത്ത് പോലീസ് കള്ളക്കേസ് ചുമത്തി എന്ന ഒരു ആരോപണം കൂടി ഷൈമോൾ തങ്ങളുടെ പരാതിയിൽ പറയുന്നുണ്ട്. നിലവിൽ ഈ കേസിൽ ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്നും ഷൈമോൾക്ക് ദൃശ്യങ്ങൾ ലഭിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ തന്നെ മാതൃഭൂമി ന്യൂസാണ് ഈ വാർത്ത പുറത്തുവിടുകയും CI പ്രതാപചന്ദ്രൻ ഷൈമോളെ അടിക്കുന്ന ദൃശ്യങ്ങളടക്കം ഈ വാർത്ത നമ്മൾ തന്നെ പുറത്തുവിടുകയും തുടർന്ന് ഇപ്പോൾ CI പ്രതാപചന്ദ്രനെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ പോലീസിൽ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു മജിസ്ട്രേറിയൽ അന്വേഷണമാണ് വേണ്ടത് എന്ന ഒരു ആവശ്യം മുൻനിർത്തിയാണ് ഷൈമോൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായ അനീതിക്കെതിരെ എന്നുള്ളതാണ് ഇപ്പോൾ ഷൈമോൾ ആവശ്യപ്പെടുന്നത്. ശ്യാം പ്രസാദ് വിവരങ്ങൾ നൽകിയത്.